ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറൈറ്റി ഈസി സ്നാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ചിക്കൻ ആൽഫ്രഡോ ബൈറ്റ്സിൻ്റെ റെസിപ്പിയാണേ. പേര് കേട്ട് ഞെട്ടണ്ട, ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എണ്ണയിൽ മുക്കി പൊരിക്കുകയൊന്നും വേണ്ട. അപ്പം ഇഫ്താറിനും കുട്ടികളുടെ ലഞ്ച് ബോക്സിനും ടിഫിൻ ബോക്സ് സ്നാക്കായിട്ടൊക്കെ കൊടുത്തുവിടാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ബ്രെഡാണ്. അപ്പോൾ നിങ്ങൾ എത്ര എണ്ണമാണ് എടുക്കുന്നത് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ബ്രെഡിൻ്റെ എണ്ണം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 6 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 6-7 എണ്ണം കിട്ടുന്ന അളവിലുള്ള റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് നമുക്ക് ആവി കയറ്റി എടുക്കണം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോൾ ഇതപ്പോൾ ആ ബ്രെഡ് നമ്മൾ നന്നായിട്ട് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ബ്രെഡ് ആവി കയറ്റി എടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ മുകളിൽ വെക്കുമ്പോൾ ബ്രെഡ് പൊട്ടിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കുള്ളൊരു ഫില്ലിംഗ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ വെജിറ്റബിൾ ഓയിൽ, അത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. വെളിച്ചെണ്ണ പോലുള്ള എണ്ണകൾ ഇതിൽ ഉപയോഗിക്കരുത്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരളവിൽ നിന്ന് നിങ്ങൾക്ക് 6 മുതൽ 7 വരെ ബ്രെഡിൻ്റെ സ്നാക്കിൻ്റെ എണ്ണമാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. ഈ ഒരു കളറായി വരണം, ഒരു വെള്ള കളർ ഇങ്ങനെ വന്നു തുടങ്ങുമല്ലോ, അപ്പോഴാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളൊരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ അളവുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇത് ഒരുപാട് എരിവല്ലാത്ത രീതിയിലൊരു നോർമൽ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എരിവ് കുറയ്ക്കാനാണ് താല്പര്യമെങ്കിൽ എരിവ് കുറച്ചിട്ട് ചേർത്താലും മതി കേട്ടോ. ഇത് ഒരു നോർമൽ ലെവലാണ്. ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഒരു പച്ചച്ചവ് മാറുന്നത് വരെയും അതുപോലെ ഈ ഫ്ലേവേഴ്സൊക്കെ ചിക്കനിൽ പിടിക്കുന്നത് വരെയും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള ഇങ്ങനെ ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ചോപ്പ് ചെയ്തതാണ്. ചോപ്പ് എടുത്തിട്ട് തന്നെ ചേർക്കുക കേട്ടോ. എന്നാലേ നന്നായിട്ട് വെന്ത് അളിഞ്ഞിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചേർന്ന് മിക്സ് ആവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മളുടെ 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ചിക്കനും അതുപോലെ തന്നെ അതിനകത്ത് ചേർത്തിട്ടുള്ള ആ ഒരു സവാളയും ക്യാപ്സിക്കും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് വഴന്ന് ഇതുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. അപ്പോഴാണ് കേട്ടോ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പം ഇനി നമ്മൾ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ടൊമാറ്റോ കെച്ചപ്പാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്രയും മതിയാവും കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇറ്റാലിയൻ സീസണിങ്സ് ആണ്. ഞാനിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സഡ് ഹെർബ്സ് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒറിഗാനോ മാത്രമാണെങ്കിലും കുഴപ്പമില്ല, അത് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ചേർക്കുമ്പോഴാണ് ഇതിന് ആ ഒരു ആൽഫ്രഡോ ബൈറ്റ്സിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിമ്പിൾ ഫില്ലിംഗ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ളൊരു വൈറ്റ് സോസ് റെഡിയാക്കണം. ഈ ഒരു ആൽഫ്രഡോ ബൈറ്റ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ടേസ്റ്റിൻ്റെ ഫ്ലേവറിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വൈറ്റ് സോസാണ്. അപ്പോൾ അതെന്തായാലും ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് ബട്ടർ മസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. മാക്സിമം ബട്ടർ ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിൽ ചേർക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മൈദപ്പൊടി ചേർക്കുമ്പോൾ ബട്ടർ കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടില്ല, പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ഈ പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ച് ഈ ഒരു രീതിയിലായി വരുമ്പം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. പാൽ നമ്മൾ കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ്. വെളുത്തുള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ സോസിനും നമ്മൾ മറ്റതിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ സോസിൽ ഉപ്പ് കൂടിയാൽ പെട്ടെന്ന് കൂടുന്നൊരു സോസാണിത്. അതുകൊണ്ട് 1 നുള്ളു ചേർത്താൽ മതി. പിന്നെ കുറച്ച് നമ്മൾ ഇറ്റാലിയൻ സീസണിങ്സ് ഒറിഗാനോ ചേർക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. സ്ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ബാക്കി പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. കാരണം ഈ സോസ് ഇരിക്കും തോറും തിക്നെസ് കൂടി വരും. ഒരുപാട് കട്ടിയായി അത്ര നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലൂസിൽ നമ്മൾ എടുക്കുക, പിന്നെ കറക്റ്റായി വരും. അപ്പോൾ സോസ് റെഡി ആയിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവി കയറ്റിയെടുത്ത ബ്രെഡ് ഉണ്ടല്ലോ, അത് നമ്മൾ എടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫില്ലിംഗ് അതിൽ പ്രോപ്പറായിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ താഴെ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മൂടിയോ എന്തെങ്കിലും വെച്ചൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി. ചെറിയൊരു സ്പേസ് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് കണ്ടു ഈ രീതിയിൽ. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ ബ്രെഡും നമ്മൾ 6 എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ 6 ബ്രെഡും ഞാൻ ഇതുപോലെ തന്നെ പ്രസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമുള്ള എന്ത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തതെന്ന് മാത്രമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഫില്ലിങ്സ് ഒക്കെ ലെയർ ആയിട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്ന് പറയുന്നത് പിസ്സ സോസാണ്. അതിന് പകരം കെച്ചപ്പാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ എന്താ പറയുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലൊക്കെ ഓൾറെഡി ഉപ്പിൻ്റെ അളവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാത്തിലും ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. പിന്നെ നമ്മളിനി നമ്മുടെ വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ വൈറ്റ് സോസ് ചേർത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്കാണ് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ചിക്കൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാക്കാം. പിന്നെ ഒരുപാട് ഓവറായിട്ട് ചിക്കൻ വെക്കണ്ട, ഒരു നല്ല രീതിക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ചീസ് വെച്ച് കൊടുക്കുക. ചീസ് വെക്കുന്നത് നമ്മുടെ എല്ലാ സാധനങ്ങളും ബൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചീസ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ എക്സ്ട്രാ നല്ലൊരു ഫ്ലേവറും കൂടിയാണ് ചീസ് വെക്കുമ്പോൾ. അങ്ങനെ ഞാൻ എല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒറിഗാനോ ഇടാണ്. ഇതൊക്കെ സ്പൈസ് ലെവലിനനുസരിച്ച് ചെയ്യണം കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഒക്കെ പറയുന്നത് എരിവുണ്ട്, അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാനിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പാനിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പാനിൽ കുറച്ചൊന്ന് ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ തടവാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി കേട്ടോ. പാൻ നമ്മൾ ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം ഇത് വെച്ച് കൊടുത്ത് അടച്ച് വെച്ചാൽ മതി. കാരണം ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ട. കാരണം എന്ന് വെച്ചാൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അടിയിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞു പോയാൽ അത്ര നന്നായിട്ടുണ്ടാവില്ല. ജസ്റ്റ് അത് അടച്ച് വെച്ചിട്ട് ആ ഒരു ചൂടിൽ നമ്മുടെ ആ ചീസ് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ജസ്റ്റ് ആ ചീസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അതുപോലെ ആ ബ്രെഡ് അടിഭാഗം ഒന്ന് ക്രിസ്പിയായി കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് അധികം ഫ്ലെയിം വേണ്ട എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പാൻ നന്നായിട്ട് ചൂടായാൽ മാത്രം മതി. ഓക്കെ, ബേക്ക് ചെയ്യുകയാണെങ്കിലും ഒരു 2-3 മിനിറ്റ് മാത്രം ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഓവർ ബേക്ക് ചെയ്യേണ്ട. അപ്പോൾ ഇതാ കണ്ടില്ല, നമ്മുടെ ചീസൊക്കെ നന്നായി അടിപൊളിയായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഞാൻ മുറിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്, കാരണം അടിയിൽ നല്ല ക്രിസ്പി ആയതുകൊണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഞങ്ങളുടെ ഫാമിലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടി കേട്ടോ ഇത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ബണ്ണ് ഉപയോഗിക്കാം കേട്ടോ. ഈ ബണ്ണുള്ളവരാണെങ്കിൽ ബണ്ണ് 2ആയിട്ട് മുറിച്ചെടുത്തിട്ട് 2 ബണ്ണിലും ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്കും ചെയ്യാം കേട്ടോ. ബണ്ണിലും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. അതുപോലെ തന്നെ ഇതുപോലുള്ള റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇഫ്താറിന് സ്നാക്കായിട്ടും കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ സ്നാക്കായിട്ടൊക്കെ കൊടുത്തു കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും, ഉറപ്പാണ്. നമ്മുടെ പിസ്സയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും ഇൻഷാല്ലാ റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പി എന്താണെന്നുള്ളത്. പിന്നെ ഈ റെസിപ്പിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം കേട്ടോ. ടാറ്റാ, ബൈ.